നമ്മളൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഞാൻ ഈ കുറേ യൂട്യൂബ് വീഡിയോസും ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം വീഡിയോസൊക്കെ പല വ്ളോഗർമാരെ ഞാൻ കാണാറുണ്ട്. വളരെ നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യുന്ന വ്ളോഗേഴ്സ്, എസ്പെഷ്യലി ഹെൽത്ത് ഇൻഷുറൻസിനെ പറ്റി നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യുന്ന വ്ളോഗേഴ്സിനെ ഞാൻ ഒരുപാട് ശ്രദ്ധിക്കാറുണ്ട്. അവരെല്ലാം പറയുന്നത് തന്നെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് റൂം റെൻറ്റിന് ക്യാപ്പിംഗ് ഉണ്ടാകാൻ പാടില്ല, റെസ്ട്രിക്ഷൻ ഉണ്ടാകാൻ പാടില്ല, കോ പേയ്മെൻറ്റ് ഇല്ലാത്ത പോളിസി എടുക്കണം, കൺസ്യൂമേഴ്സ് കവർ ചെയ്യുന്ന പോളിസി എടുക്കണം. ഇതൊക്കെ സത്യസന്ധമായിട്ടും വളരെ വളരെ ശരിയാണ്. അങ്ങനെ തന്നെ ആയിരിക്കണം ഒരു വ്യക്തി ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പക്ഷേ എന്നെ സംബന്ധിച്ചോളം ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഒരു ഏജൻറ്റിൻ്റെ കയ്യിൽ നിന്ന് എടുക്കുക എന്നുള്ളത്. നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഒരു ഏജൻറ്റ് ഇല്ലെങ്കിൽ നിങ്ങൾ എത്ര കോടി രൂപയുടെ ഇൻഷുറൻസ് എടുത്ത് വെച്ചാലും നിങ്ങൾക്ക് ഗുണമുണ്ടാവില്ല. കാര്യം ഒരു ഏജൻറ്റിനെ സംബന്ധിച്ചോളം ആ ഏജൻറ്റ് നിങ്ങളുടെ ക്ലെയിം മേടിച്ച് തരാനും അതുപോലെ തന്നെ വേണമെങ്കിൽ ക്ലെയിം തരാതിരിക്കാനും പവറുള്ള ഒരാളാണ്. അപ്പോൾ നമ്മളൊക്കെ പറയത്തില്ല നമ്മൾ ചങ്ക് പറിച്ച് നിൽക്കുന്ന ഏജൻറ്റുമാർ നിങ്ങളുടെ കൂടെ ഉണ്ടാവണം. അപ്പോൾ അത് ഇല്ലാതെ നിങ്ങൾ എന്ത് രീതിയിൽ പോയി ഒരു ഹെൽത്ത് ഇൻഷുറൻസ്, ഇപ്പോൾ എനിക്കറിയാം ഒരുപാട് പേര് ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ എന്താ പറയുന്നത് കോർപ്പറേറ്റ് ഇൻഷുറൻസ് എടുക്കുന്നുണ്ട്, ലൈക്ക് ബാങ്ക്, NBFC പോലുള്ള സ്ഥലങ്ങൾ എടുക്കുന്നുണ്ട്. പക്ഷേ അവിടെയൊക്കെ ഒരു പോയിന്റ് ഓഫ് ടച്ച് നിങ്ങൾക്കില്ല. അപ്പം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന, നിങ്ങൾക്ക് വേണ്ടി കമ്പനികളോട് സംസാരിക്കുന്ന ഒരു ഏജൻറ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒരു നല്ല പോളിസി നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് പറയാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞ് ജസ്റ്റ് ഒരു വീട്ടിലൊരു സർട്ടിഫിക്കറ്റ് വെക്കാം, എനിക്കൊരു പോളിസി ഉണ്ടെന്ന് പറഞ്ഞ്. കാരണം ഇതൊക്കെ ഞാനൊക്കെ ഡെയിലി അനുഭവിക്കുന്നതും പല പ്രശ്നങ്ങളാണ്. ഈ ഡെയിലി ഞങ്ങളിങ്ങനെ ഇതുപോലെ ക്ലെയിമുകൾ വരുമ്പോൾ കാണാറുണ്ട്. ഏജൻറ്റുമാരില്ല, ഞങ്ങളോട് സഹായം ചോദിച്ച് വരുന്നവരുണ്ട്, പക്ഷേ നമുക്ക് അതിനൊക്കെ സഹായിക്കാൻ പോലും പറ്റില്ല. അപ്പോൾ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ ഉപരി നിങ്ങളുടെ കൂടെ നിൽക്കാൻ നിങ്ങൾക്കൊരു ഏജൻറ് ഉണ്ടോ എന്നുള്ള കാര്യമാണ് ഏറ്റവും ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം.